Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീക്കിൽ WWE-യിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നിക്കി ആൽഡിസ് വേഴ്സസ് ഗന്ധർ ഹാസ് ബീൻ അനൗൺസ്ഡ് ഫോർ SummerSlam. വർഷങ്ങൾക്ക് ശേഷം ഫോർമർ NWA വേൾഡ് ചാമ്പ്യൻ നിക്കി ആൽഡിസ് WWE റിംഗിൽ ഡെബ്യൂ നടത്തുന്നു. ബ്ലഡ് ലൈൻ വേഴ്സസ് സോളോ സിക്കാവോ റോയ്സ് പീസ് LA നൈറ്റ് SummerSlam അനൗൺസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്മാക്ഡൗൺ മെയിനിന് ശേഷം ട്രിക്ക് വില്യംസിന്റെ അറ്റാക്ക് ചെയ്തതിന് റിസൾട്ട് ആയിക്കൊണ്ട് ട്രിക്ക് ബേറൻ കോബിനെ SummerSlamൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ചലഞ്ച് ചെയ്തിരിക്കുന്നു. ഫിൻ ബാലർ SummerSlamൽ WWE ചാമ്പ്യൻഷിപ്പ് നമ്പർ 1 കണ്ടൻഡർ മാച്ചിൽ ഫിൻ വേഴ്സസ് സാമി SummerSlamൽ നമ്പർ 1 കണ്ടൻഡർ മാച്ച് ഉണ്ടായിരിക്കുന്നതാണ്. And finally, Chelsea Green has been advanced to a WWE Women's Interim Championship match at SummerSlam. കിയന ജെയിംസിനെ തോപ്പിച്ച് ചെൽസി ഗ്രീൻ 5-way SummerSlam ലാഡർ മാച്ചിന് പാർട്ടാകുന്നു. വർഷങ്ങൾക്ക് ശേഷം നമുക്കത് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് ചെൽസിയെ കാണാൻ സാധിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. മൈക്ക് സാന്റാന NXT ഡെബ്യൂ ചെയ്തിരിക്കുന്നു. ഈ ട്യൂസ്ഡേ NXTയിൽ മൈക്ക് സാന്റാന ഫോർമർ TNA വേൾഡ് ചാമ്പ്യൻ ഡെബ്യൂ ചെയ്തിരിക്കുന്നു. അതെ, മൈക്ക് സാന്റാന എന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും. സാന്റാന എന്ന് അവർ മെൻഷൻ ചെയ്യില്ല, പക്ഷേ അവൻ്റെ സ്ക്രീനിൽ കാണിച്ചാണ് സാന്റാന. ഇപ്പം മൈക്ക് മാറ്റി വേറെ വല്ലതും ആവുമെന്ന് പറയത്തില്ല. പിന്നെ ആസ് ആൻ ഒഫീഷ്യൽ WWE സൂപ്പർ സ്റ്റാർ ആയിട്ട് NXTയിൽ എത്തിയിരിക്കുന്നു. അതെ അതെ. പിന്നെ നയ ജാക്സ് വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയർ മാച്ചിൽ ഷാർലറ്റ് ഫ്ലെയർ അഡ്വാൻസ് ആയിരിക്കുന്നു ഇന്റർവീം വിമൻസ് ചാമ്പ്യൻഷിപ്പിൽ ലാഡർ മാച്ചിലോട്ട്. അതെ, അതൊരു നയ ജാക്സ് വേഴ്സസ് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ മാച്ചിനിടയിൽ ജെയ്ഡ് കാർഗിൽ ഇടപെട്ടു. ജെയ്ഡ് കാർഗിൽ ഷാർലറ്റ് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ മുഖേന ഷാർലറ്റ് ഫ്ലെയർ ജയിച്ചു. അങ്ങനെ മാച്ചിലേക്ക് അഡ്വാൻസ് ആകാനായിട്ട് ഷാർലറ്റ് ഫ്ലെയറിന് സാധിച്ചു. അതെ, അതുപോലെ തന്നെ NXT ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ടോണി ഡി ആഞ്ചലോയും നെറാക്കുമായിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നൈസ് ഒരു മാച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്തു. ഇതോടുകൂടി അടുത്ത മൂവ് ഓൺ ചെയ്യുകയാണ്. ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്തിരിക്കുന്നു. നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. NXT ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്തു ഇപ്പോഴത്തെ കറന്റ് ചാമ്പ്യൻ ടോണി ഡി ആഞ്ചലോ. നല്ലൊരു ബാക്ക് ആൻഡ് ഫോർത്ത് മാച്ച്. പിന്നെ അതുപോലെ തന്നെ നെറാക്കുവിൻ്റെ ഓഫ് കോഴ്സ് നെറാക്കുവിനെ കൊണ്ടുവരുന്നതും ആ ഒരു വെറ്ററൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത്രയും വർഷം എൻ്റെ ന്യൂ ജപ്പാനിൽ നിന്നതിൻ്റെയും ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് കാണാൻ സാധിച്ചു. ആ ഹാർഡ് ഹീറ്റിംഗ് സ്റ്റൈലും നമുക്ക് കാണാം, ന്യൂ ജപ്പാൻ സ്റ്റൈൽ ഓഫ് റെസ്ലിംഗ്. പിന്നെ ഒരു മിക്സ് ഓഫ് ബോത്ത് റെസ്ലിംഗ്, അമേരിക്കൻ സ്റ്റൈൽ ഓഫ് റെസ്ലിംഗും അതിനകത്ത് കാണാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈക്ക് സാന്റാന NXT. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ അതിനോട് കാണാൻ സാധിക്കുന്നത് ഓഫ് കോഴ്സ് മേ ബി സാന്റാന ഈസ് ഗോണ ചാലഞ്ച് ടോണി ഫോർ ദി ടൈറ്റിൽ. അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് വരുന്ന വീക്കുകൾ കൂടുതൽ വാർത്തകളായിട്ട് അറിയാം. പിന്നെ റോയൽ സോളോസിക്ക സെത്തിന് ഒരു ഓഫർ ആയിട്ട് വന്നിരുന്നു. സെത്തിന് സോളോ പറഞ്ഞു, എനിക്കറിയാം ഇവരുടെ പ്ലാൻ എന്തായിരിക്കും എന്നറിയാം, നീ തന്നെ പോയാൽ നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുകയാണ്. സെത്തിന് ഒരു ഓഫർ ആയിട്ടാണ് സോളോസിക്ക വന്നത്. അതിന് തൊട്ട് പുറകെ ജേക്കബ് വന്നു. പിന്നെ ആസ് യൂഷ്വൽ ഒരു ബ്ലഡ് ലൈൻ ഉള്ള ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. നമുക്കറിയാം SummerSlamൽ ഇപ്പം എങ്ങനെയായിരിക്കും ബ്ലഡ് ലൈൻ ഇൻവോൾവ്മെന്റ് കാണുമോ? ബ്ലഡ് ലൈൻ ഈ ഒരു മാച്ച് ഉണ്ട്. അത് നമുക്കറിയാം, ബ്ലഡ് ലൈൻസ് ആകാം ഇപ്പം പണ്ടത്തെ സാധനം എടുത്ത് കറക്കി അടിക്കുന്നു. ജെയൂസോടെ സെയിം സ്റ്റോറി ഇപ്പം അതിനകത്ത് അവിടെ ഇവിടെ എല്ലാം കുറച്ച് പൊടിപ്പും തൊങ്ങലും കയറ്റി മിക്സ് ചെയ്ത് ഇറക്കിയെന്നേ ഉള്ളൂ. സെയിം നമുക്കറിയാം. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു വലിയ കണക്ഷനോ സപ്പോർട്ടോ താല്പര്യമോ കാണിക്കുന്നില്ല. എന്നാലും LA നൈറ്റ് ഉള്ളത് കൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. LA നൈറ്റിൻ്റെ പ്രോമോയും നല്ലതായിരുന്നു. റോമനെതിരെ ഉള്ള ഒരു പ്രോമോ ഉണ്ടായിരുന്നു. റോമൻ നിങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇച്ചിരി സപ്പോർട്ട് LA നൈറ്റിന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് കാണേണ്ടത് ആ SummerSlamന് ശേഷം LA നൈറ്റിൻ്റെ സ്റ്റോറി എങ്ങോട്ട് പോകുന്നുള്ളതാണ്. ബ്ലഡ് ലൈൻസ് ആകെ എന്തെങ്കിലും ആട്ടെ, സെത്ത് റോളൻസ് ചാമ്പ്യൻഷിപ്പ് എടുത്താലും ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് നൈസ് ഫോർ ദ ടൈം ബി. അല്ലെങ്കിൽ ഇപ്പോൾ റോമൻ കീപ്പ് ചെയ്തു, റോമനെ LA തോപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് വുഡ് ബി അതായിരിക്കും ഹൈലൈറ്റ് വേണ്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ചാറ്റ് കേബിളിന്റെയും പെൻറ്റയുടെയും ഒരു മാച്ച് ഉണ്ടായിരുന്നു. ഈതൻ പേജും
റൂസോവായിട്ടുള്ളത്. എനിക്കൊന്ന് ഈതൻ പേജിൽ നമ്മൾ കഴിഞ്ഞ വീക്കിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈതൻ പേജിനും റൂസോവിനെ ഇവർ ടാഗ് ടീമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം കുറച്ച് നാള് ബുക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷെ അവർ ടാഗ് ടീമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ അവർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു നല്ലതാണ്. അതെ അതെ, ചാരും പെന്തയുടെയും ഒരു നല്ലൊരു അതായത് ടാഗ് ടീമായിട്ടാണെങ്കിലും അവരും നല്ല രീതിയിൽ തന്നെ ഒരു ടെക്നിക്കൽ സൈഡിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയായിരുന്നു ആ മാച്ച് നടന്നത്. നമുക്ക് സമ്മർ സ്ലാമിൽ ഇവരുടെ മാച്ച് ഉണ്ട്, ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പും. എൻ്റെ ഒരു ഇതിൽ ചാട് മിക്കവാറും ചാമ്പ്യൻ ആവും എന്നുള്ള ഒരു ഹോപ്പിൽ തന്നെ ഞാൻ നിൽക്കുന്നു. ചാടിൻ്റെ മാച്ച് നമ്മൾ സമ്മർ സ്ലാമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചാടിൻ്റെ ഹോം ടൗൺ ആണ്. അപ്പം ചാടിനൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് അത്. ഐ തിങ്ക് ദേ വിൽ ക്യാഷ് ഇൻ ഓൺ ഇറ്റ്. പിന്നെ ടിപ്പിക്കൽ ഒരു ഡബ്ല്യു സ്റ്റൈൽ ഓഫ് ബുക്കിംഗ് ആണ്. ചാമ്പ്യൻഷിപ്പ് മാച്ചിന് മുമ്പ് അവരെ ടാഗ് ടീമിൽ ഇട്ട ഒരു മാച്ച്. ഇറ്റ് വാസ് ഗുഡ്. ഐ മീൻ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എല്ലാവരും നല്ല വർക്കേഴ്സാണ്. അവരൊരു നല്ല ജെൽഡ് ഹീൽ ടാഗ് ടീം പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈതൻ പേജും റുസേവും നല്ല രീതിയിൽ അത് ചെയ്തു. പിന്നെ ജോ ഹെൻറിയും ജാൻ ഹ്യൂസൈനുമായിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതിൽ സോറി ജോ ഹെൻറിയും ഡൊമിനിക് മിസ്റ്റീരിയോ ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ടായിരുന്നു. ഡൊമിനിക്കിനെ ആക്ച്വലി ജോ ഡിഫീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വിക്ടറി ആണെന്ന് തോന്നുന്നു ഡെബ്യൂ ചെയ്തിട്ട് ജോ ഹെൻറിയുടെ തോന്നുന്നു. ആണോന്നറിയില്ല. 1-on-1 മാച്ചിൽ മിക്കവാറും അല്ലെ. ഒത്തിരി ആയി ജോ ഹെൻറിയുടെ മാച്ച് അങ്ങനെ ജയിച്ചിട്ട്. ആദ്യം അങ്ങോട്ട് 1-2 മാച്ച് ജയിച്ചായിരുന്നു തോന്നുന്നു. അതെ അതെ, ഇത് തന്നെയാണ്. അതില് ആൻവിസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്കറിയാം ആ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഡൊമിനിക്, അതായത് നമ്മുടെ ജഡ്ജ്മെന്റേയും ആൻവിസിനുമായിട്ടുള്ള ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നുണ്ട്. സമ്മർ സ്ലാമില് നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരു ബെറ്റർ ആയിട്ട് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട വേറൊരു കാര്യമാണ് ബിക്കാസിൻ്റെ വിന്യറ്റ്. ബിക്കാസ് സമ്മർസ്ലാം കഴിഞ്ഞുള്ള റോയിൽ റിട്ടേൺ ഉണ്ടോ നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് മെയിൻ ചോദ്യം എൻസോ ഉണ്ടോ എന്നുള്ളതാണ്. ബിക്കാസിനെ മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പം ബിക്കാസ് ഒരു സിംഗിൾ സ്റ്റാർ ആയിട്ട് വരുവാണോ, എൻസോയ്ക്ക് ഇനി വരാൻ പറ്റത്തില്ല, ഒന്നും അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി നമുക്ക് കാണാൻ സാധിക്കും. നൈറ്റ് ആഫ്റ്റർ സമ്മർസ്ലാം എവരിബഡി ഈസ് എക്സൈറ്റിംഗ്ലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ എല്ലാ ട്വിൻസിന്റെ, അതായത് നിക്കി ബെല്ലയുടെ റിട്ടേൺ ഉണ്ടായിരുന്നു സ്മാക്ക് ഡൗണില്. ഇഞ്ചുറി കാരണം സൈഡ് ലൈൻ ആയി പോയ നിക്കി ബെല്ല റിട്ടേൺ ചെയ്തിരിക്കുന്നു. അപ്പം അതും ഒരു മാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ കോഡി റോഡ്സിന്റെയും CM Punkന്റെ ഒരു പ്രോമോ ഉണ്ടായിരുന്നു സ്മാക്ക് ഡൗണില്. ഒരു കുഴപ്പമില്ലാത്ത പ്രോമോ എന്ന് പറയാം. അധികം ആ മാച്ചിന് നമുക്ക് വലിയൊരു ഇത് വരുന്ന ഒരു പ്രോമോ ആയിരുന്നുമില്ല അല്ലെ. അതെ, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഒന്നും കയറി അവർക്ക് കണക്ഷൻ കൊടുത്തു. അതായത് AEW മെൻഷൻ ചെയ്യാതെ തന്നെ മെൻഷൻ ചെയ്തു. അവർ നേരത്തെ വേറെ അവർക്ക് അവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞും പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു. അത് അത്രേ ഉള്ളൂ. അല്ല അതിനിപ്പോൾ അത്രയോട്ട് വലിയ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആകുന്ന രീതിയിലുള്ള ഫ്യൂഡൊന്നും അല്ല ഈ കോഡി വേഴ്സസ് CM Punk. അതുകൊണ്ട് എനിവേ വേൾഡ് ചാമ്പ്യൻഷിപ്പ് രണ്ടും ഒരുമാതിരി ഒരു മാച്ചുകൾ എന്ന് പറയാം, നമ്മൾ കാണാത്തതൊന്നുമല്ല. ഇതിനകത്ത് വേറൊരു കാര്യം, ഒരു മണ്ടേല എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കോഡി വേഴ്സസ് CM Punk. അതായത് ഇതുവരെ അവർ നടന്നിട്ടില്ല മാച്ച്, പക്ഷെ നമുക്കത് നടന്നതായിട്ടാണ് തോന്നുന്നത് വർഷങ്ങളായിട്ട്. അല്ലെങ്കിൽ ഇവർ കുറേ നാളായിട്ട് ഈ ഇൻറ്റർടൈനായിട്ടുള്ള ഫ്യൂഡിൽ നിൽക്കുന്നതുകൊണ്ട്, പല ഫ്യൂഡിലും ഇൻറ്റർടൈൻ ആയിരുന്നുകൊണ്ട് നമ്മൾ ഇവർ തമ്മിൽ എവിടെയോ മാച്ച് നടന്ന പോലെ ഒരു ഫീലാണ്. അതെ, അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് തന്നെ അതാണ്. അത് ഒരു കണക്കിന് ഒരു റെസ്ൽമേനിയ ഒരു വെയിറ്റ് കഴിഞ്ഞത് നന്നായി. കാരണം അല്ലെങ്കിൽ സംഭവം അവർക്കൊരു എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ സംഗതികൾ വേണം. ഇപ്പൊ ആകെ ഒരു ബെൽറ്റ് തട്ടി എന്നുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ അവർക്കുള്ളത് അല്ലെ. ആ മാച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബെൽറ്റ് ഇതിന്റെ മുഖത്ത് കൊണ്ടുപോകും, അത്ര അതേ ഉള്ളൂ ഇവരുടെ ഒരു സംഗതി പോകുന്നത്. പിന്നെ ആരെയാണെങ്കിലും ബെസ്റ്റിയുടെ മോനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് CM Punk പറഞ്ഞു വിടുന്നു. അത്രേ അത് വലിയ ഒരു ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും അതിൽ നടന്നിട്ടില്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി നമുക്ക് കണ്ടറിയാം. ഇനി ഒരു വീക്കും കൂടെ ഉള്ളു അല്ലേ. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് അറിയാം. അത് കഴിയുമ്പോഴത്തേനും തന്നെ അറിയാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് ഇതുവരെ സമ്മർ സ്ലാമിൽ അനൗൺസ് ചെയ്ത മാച്ചുകളാണ്. ഒബിയസ്ലി നമുക്ക് പറഞ്ഞ പോലെ തന്നെ WWE ചാമ്പ്യൻഷിപ്പിന് CM Punkും കോഡി റോഡ്സും ആയിട്ടുള്ള മാച്ച്,
അതെ. അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്, റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ്. പിന്നെ വുമൻസ് വേൾഡ് പിന്നെ ചാമ്പ്യൻഷിപ്പ്, ലിവ് മോർഗൻ വേഴ്സസ് ഇയോ സ്കൈ. അതെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പെൻറ്റ വിസസ് ചാറ്റ് കേബിൾ. അത് ഞാൻ ഒരു ഉറ്റു നോക്കുന്ന മാച്ച് തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചാറ്റ് കേബിൾ ചാമ്പ്യൻ ആവും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാനിരിക്കുന്നു. മാച്ച് ഓഫ് ദ നൈറ്റും ആകാൻ ചാൻസ് ഉള്ള ഒരു ചാൻസ് ഉള്ള ഒരു മാച്ചാണ് ആ മാച്ച്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ച്, ട്രിക് വില്യംസ് വേഴ്സസ് ബെയറൻ കോർബൻ ഹാസ് ബീൻ അനൗൺസ്. അത് നല്ലൊരു മാച്ച് ആയിരിക്കും. രണ്ടുപേരും ബിഗ് മെൻസ് ആണ്. ബെയറൻ കോർബിന്റെ റിട്ടേൺ മാച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെ, പിന്നെ ഇതുപോലെ തന്നെ ഹെൽ ഇൻ എ സെൽ മാച്ച്, ബ്രോക്ക് ലെസ്നർ വേഴ്സസ് ആൽബോ ഫെമി. എനിക്ക് മിക്കവാറും ബ്രോക്കിന്റെ ലാസ്റ്റ് മാച്ച് ആയിരിക്കാം WWE ഉള്ളത് എന്ന് തോന്നുന്നു. പക്ഷേ അതൊരു നല്ല മാച്ച് തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല രണ്ടുപേരും കൂടെ ഇടിച്ചു പൊളിച്ച് സെറ്റ് ആകണം ആ മാച്ച്. എന്നാലേ കാര്യമുള്ളൂ, അല്ല പിന്നെ ഉറക്കം തൂങ്ങി മാച്ചായി പോകും. അതെ അതെ അതെ, അത് ഹോപ്പ്ഫുള്ളി നമുക്ക് അങ്ങനെ നമ്മള് എക്സ്പെക്ടേഷൻ പോലെ തന്നെ ആ മാച്ച് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഫിൻ ബാലറും സാമി സെയിനുമായിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്, നമ്പർ 1 contender മാച്ച്. വിന്നർ വിൽ ചാലഞ്ച് ഫോർ ദി WWE ടൈറ്റിൽ. പിന്നെ ഒരു 5-way ലാഡർ മാച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈനലി ചെൽസിക്ക് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി ഇൻവോൾവ് ആയിരിക്കുകയാണ്. അതിനകത്ത് അതർ ചലഞ്ചേഴ്സ് ഇപ്പോൾ വന്നിരിക്കുന്ന ജേഡ് കാർഗിലുണ്ട്, ടിഫനി സ്റ്റാർട്ടനുണ്ട്, ഷാർലറ്റ് ഫ്ലെയർ ഉണ്ട്. പിന്നെ ഒരാളും കൂടെ എലോങ് വിത്ത് ചെൽസിക്ക് ഒരാളും കൂടെ ടു ബി ഡിറ്റർമൈൻ. മേ ബി ദ കമ്മിങ് വീക്സ് റോയിലോ സ്മാക്ഡൗണിലോ അത് കാണാം. പിന്നെയുള്ള മാച്ച് ദ ബ്ലഡ് ലൈൻ സാഗ കണ്ടിന്യൂസ്. ദ ബ്ലഡ് ലൈൻ, ജേക്കബ് ഫാറ്റു ആൻഡ് ദ ഊസോസ് വേഴ്സസ് LA Knight, റോയ്സ്കീസ് ആൻഡ് സോളോ സിക്കോവ. അതെ, അതുപോലെ തന്നെ നമുക്കിപ്പം ബെല്ല ട്വിൻസും പേജ് വേഴ്സസ് ഫേറ്റൽ ഇൻഫ്ലുവൻസും ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്. അതായത് ഫാലൻ ഹെൻറി, JC ജെയിൻ, റെയ്നി റെയ്ഡും ആയിട്ടുള്ള ഒരു മാച്ചും കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് സ്മാക്ക് ഡൗണിൽ. അതെ അതെ, അതിപ്പോൾ എനിക്കറിയാമല്ലോ ബെല്ല ട്വിൻസിന് പേജിനെതിരെ നിൽക്കുക. ഹീൽ ടേൺ ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ചാമ്പ്യൻഷിപ്പ് പോകുന്ന പുറകെ ഹീൽ ടേൺ വരുമെന്നാണ്. പക്ഷേ അതിന് പകരം ഇനിയിപ്പോൾ സമ്മർസ്ലാമിൽ ഒരു ബിഗ് മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ വരുമെന്നറിയത്തില്ല. ഞാനൊരു ദിവസം ഒരു സ്പോട്ടും കൂടി ഉണ്ടല്ലോ, അപ്പൊ ആ സ്പോട്ടിൽ മീൻസ് പേജ് കയറുമെന്നൊക്കെയാണ് ഞാൻ അന്നേരം ഓഫ് ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് കണ്ടറിയാം. എന്താണെങ്കിലും പേജിനെ തട്ടി താഴെ ഇടുമെന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്നത് കാണാനുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഇതിൽ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് നിക്കാൾഡിസിന്റെയും ഗൺതറിന്റെയും മാച്ച്. ഒരു പ്രോമോ ഉണ്ടായിരുന്നു അതിനകത്ത്. ഗൺതർ റിട്ടയർ ചെയ്ത ആൾക്കാരുടെ പേര് മെൻഷൻ ചെയ്ത് അടുത്ത് നീ എന്നുള്ള രീതിയിൽ അല്ലേ. അതെ അതെ, അത് അതിനകത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കാൾഡിസിനെ അറിയാൻ മേലാത്തവർക്ക് NW ഒക്കെ കണ്ടാൽ അറിയാം. അല്ല, TNA മാഗ്നസ് ആയിരുന്നു. അവർ WWE അത് അക്നോളജ് ചെയ്തു. കോൺട്രാക്ട് സൈനിങ്ങിനിടെ പറഞ്ഞു ഹിസ് എ ഫോർമർ NWA വേൾഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഹിസ്റ്ററിയുള്ള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് റെസ്ലിംഗിൽ NWA. അപ്പം അത് വലിയൊരു കാര്യമാണ്. നിക്കാൾഡിസ് നാഷണൽ ട്രഷർ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലെജൻഡറി സാധനമാണ്. ഹോപ്പ്ഫുള്ളി നമുക്ക് വെയിറ്റ് ടു സീ ദാറ്റ് ഇൻ WWE. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിക്കാൾഡിസിൻ്റെ ആ ഒരു മാച്ച് കാണാനും അതിൻ്റെ എൻട്രൻസും ഒക്കെ കാണാനായിട്ടൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാച്ച് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ റെസ്ലിംഗ് ഏജസ് നോക്കിക്കഴിഞ്ഞാൽ ഹീ ഈസ് വൺ ഓഫ് ദി യങ്ങസ്റ്റ് എമംഗ് ദോസ്. 39 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ നിക്കാൾഡിസിന്. സോ അങ്ങനെ നോക്കിയാൽ പോലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിവേസ്. തീർച്ചയായിട്ടും. പിന്നെ ഡാനിയലും ഡൊമിനിക്കുമായിട്ടുള്ള ഒരു മാച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് ചുറ്റും നോക്കുന്ന ഒരു മാച്ച് തന്നെയാണ്. എങ്ങനെയാണ് ആ മാച്ച് വർക്കൗട്ട് ആകുന്നതെന്നാണ് നമുക്ക് അറിയുന്നത്. നമുക്കറിയാം 2-3 മാച്ച് ഇതുവരെ ഇതിനു മുമ്പ് നടന്നിരുന്ന ഡാൻസിന്റെ മാച്ചുകൾ. എന്ത് മാജിക് ആണ് പുള്ളി കാണിക്കാൻ പോകുന്നതെന്നാണ്. ഷെനാഡിഗൻസ് എന്തെങ്കിലും കാണും. ജോ ഹെൻറി കൂടെ ഇപ്പം ഇച്ചിരി ഇൻവോൾവ് ആയിട്ട് ഇനിയിപ്പോൾ അതിനകത്തും ജോ ഹെൻറിക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ട് അറിയാം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം കൂടുതൽ വിവരങ്ങളും വാർത്തകളും അപ്ഡേറ്റും ഒക്കെയായി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് Raw Wrestling.
analyst.